ആലപ്പുഴ അരുകുറ്റിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. അരുകുറ്റി സ്വദേശി ജിബിനെയാണ് മർദ്ദിച്ചത്. ഇൻസ്റ്റഗ്രാമിൽ ഗുണ്ടയുടെ പെൺ സുഹൃത്തിന് ഹലോ സന്ദേശം അയച്ചതിനാണ് മർദ്ദനം. ഗുരുതര പരിക്കുകളോടെ ജിബിൻ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിരവധി കേസുകളിൽ പ്രതിയായ പ്രഭിജിത്ത്, കൂട്ടാളി സിന്തൽ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചിരിക്കുന്നത്. സഹോദരൻ ലിബിനാണ് ഇക്കാര്യങ്ങൾ നമ്മളോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അരുക്കുറ്റി പാലത്തിൽ വെച്ച് ഫോൺ കോൾ വരികയും വണ്ടി സൈഡിൽ ഒതുക്കുന്ന ഫോൺ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് എതിരെ വന്ന കാറിൽ നിന്ന് രണ്ടുപേരും ചാടി ഇറങ്ങുകയും പ്രഭിജിത്ത് എന്നും സിന്തൽ എന്ന് വിളിക്കുന്ന ഒരു പയ്യനും കൂടി ചേർന്ന് ഇവൻ്റെ അടുത്തേക്ക് ഓടി വരികയും ഇവൻ്റെ വണ്ടിയുടെ താക്കോൽ ഊരി മേടിക്കുകയും ഇവൻ്റെ കരണത്തിട്ടടിക്കുകയും ഇവനോട് പറഞ്ഞ് മിണ്ടാതിരുന്നോളാം അല്ലെങ്കിൽ ഇങ്ങനെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഇവൻ ആ വണ്ടിയെ അനിയൻ്റെ വണ്ടിയിൽ തന്നെ നടക്കിരുത്തിക്കൊണ്ട് അരുക്കുറ്റിയിലേക്ക് പോയി ഒരു പൊളിഞ്ഞ വീട്ടിൽ ചെന്ന് ആ വീട്ടിൽ കൊണ്ടുപോയി ഇവൻ്റെ കൈ രണ്ടും പിന്നിൽ കെട്ടിയിട്ട് ക്രൂരമായിട്ട് മർദ്ദിക്കുകയും പട്ടിയെ കഷ്ണം കൊണ്ട് മുതുകിലും തൊടയിലൊക്കെ അടിച്ച് ഇപ്പോൾ പത്തവാരിയലിന് ക്ഷതമുണ്ട്. 3 പത്തവാരിയലോളം ഒടിവുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. നട്ടലിന് ക്ഷതമുണ്ട്. പിന്നെ ശരീരം മൊത്തം ലങ്സിന് കംപ്ലയിൻ്റ് ഉണ്ട്. ഇപ്പോൾ ലങ്സിന് കംപ്ലയിൻ്റ് ഉണ്ടായിട്ട് സൈഡിൽ ചെസ്റ്റിൽ സൈഡിൽ ഹോൾ ചെയ്തിട്ട് ട്യൂബ് ഇട്ടേക്കാണ് ശ്വാസോച്ഛ്വാസം കിട്ടാൻ. ദേവൻ എം പി ആണ് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ചേരുന്നത്. ദേവൻ, നിസ്സാര കാര്യങ്ങൾക്ക് വലിയ വലിയ അതിക്രമങ്ങളാണ് ആളുകൾ നടത്തുന്നത് എന്നുള്ളതാണ്. സമാനമായ ഒരു പരാതി കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്നും എത്തിയിരുന്നു. ഈ ഗുണ്ടകളൊക്കെ വല്ലാതെ പൊസസീവ് ആകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു ഗേൾഫ്രണ്ടിന് ഹലോ സന്ദേശം അയച്ചതിൻ്റെ പേരിലാണ് ഇത്ര ക്രൂരമായ മർദ്ദനം ഒരു യുവാവിന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഇപ്പോൾ അയാളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ അക്രമം നടത്തിയവർ, അക്രമികൾ പിടിയിലായിട്ടുണ്ടോ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വിചിത്രമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരം, വെള്ളിയാഴ്ച രാത്രിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ആലപ്പുഴ അരുക്കുറ്റി പാലത്തിൽ വെച്ചിട്ടാണ് അരുക്കുറ്റി സ്വദേശിയായിട്ടുള്ള ജിബിനെ 3 പേർ വന്ന ഒരു വാഹനത്തിൽ വന്ന സംഘം ആദ്യം ഈ പാലത്തിൽ വെച്ച് തടഞ്ഞു നിർത്തുകയും ജിബിൻ സഞ്ചരിച്ച വാഹനത്തിന് താക്കോൽ എടുത്തുകൊണ്ട് മറ്റു വാഹനത്തിലേക്ക് ജിബിനെ കയറ്റുകയും ചെയ്തിരിക്കുന്നത്. ജിബിന്റെ സഹോദരൻ ലിബിന്റെ വാക്കുകൾ നമ്മൾ ഇപ്പോൾ കേട്ടതാണ്. ഇതിനുശേഷം അവിടെ നിന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ കെട്ടിയിട്ട് മർദ്ദിക്കുകയുമായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്ന മർദ്ദനത്തിൽ ഗുരുതരമായ പരിക്കുകളാണ് ഏറ്റിരിക്കുന്നത്. ഭാര്യയിലും ക്ഷതമുണ്ടായതുകൊണ്ട് തന്നെ ശ്വാസകോശത്തിനും നട്ടലിനും മുതുകിലും ഒക്കെ പരിക്കുണ്ടായിരുന്നു. ഇപ്പോഴും വണ്ടാനം മെഡിക്കൽ കോളേജിലെ ട്രോമ വാർഡിൽ തന്നെ തുടരുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഈ പ്രതികളായിട്ടുള്ളവരെ അല്ലെങ്കിൽ ഈ പറയുന്നിട്ടുള്ള ഗുണ്ടകൾ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള പ്രഭിജിത്തും ഒപ്പം തന്നെ കൂട്ടുകാരായിട്ടുള്ള സുന്ദർ എന്നിവരെയും ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് പരാതി അരുക്കുറ്റി പോലീസ് സ്റ്റേഷനിൽ ഇവർ നൽകിയിട്ടുണ്ട്. ഇതിന്റെ കാരണം എന്ന് പറയുന്നതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ളത്. ഈ പ്രഭിജിത്തിന്റെ സുഹൃത്തിന് ജിബിൻ ഇൻസ്റ്റഗ്രാം വഴി ഹലോ എന്നൊരു മെസ്സേജ് അയച്ചു. അത് ജിബിന്റെ തന്നെ ജിബിൻ പോലീസിന് നൽകിയ മൊഴി തന്നെ അങ്ങനെ തന്നെയാണ്. ഒരു മെസ്സേജ് അയച്ചു. അതും ഇൻസ്റ്റഗ്രാം വഴി ഹലോ എന്ന് മാത്രം ഒരു മെസ്സേജ് അയക്കുക മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രകോപിതനായിക്കൊണ്ടാണ് ഈ ജിബിൻ രാത്രി വന്നപ്പോഴേക്കും പിടിച്ചു നിർത്തുകയും ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരിക്കുന്നത്. ദേവൻ എം പി ആണ് വിവരങ്ങൾ പങ്കുവച്ചത് ആലപ്പുഴയിൽ നിന്ന്.